അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലം ശരി. ഉറങ്ങാതെ വന്നില്ലല്ലോ, നീ ഉറങ്ങി ഇല്ല, അവിടെ അതിനകത്ത് കയറി കിടന്നോളൂ. പ്ലേറ്റ് വന്ന്, ഫുഡ് മാത്രം വന്നില്ല. ഇരിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനാണ്. നമ്മുടെ ഇവിടുത്തെ ബിരിയാണി കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ബാംഗ്ലൂർ ബിരിയാണി, കർണാടക ബിരിയാണി, ബാംഗ്ലൂർ ബിരിയാണി. കർണാടക ബിരിയാണി വന്നു. ഇതേതാ ഗ്രേവി, ഇത് ചില്ലി ചിക്കൻ, പൊറോട്ട, ഇത് പൊറോട്ട ചില്ലി ചിക്കൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രുചി ബിരിയാണി. നീ എടുക്കണേ, നല്ല രുചി കേട്ടോ. സാധനം നീ വേണ്ട, എനിക്കിതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. നല്ല റൈസ്, നല്ല രുചി. ഇത് കട്ടിയായല്ലോ. ഇൻസൈറ്റിൻ്റെ അത് വേണ്ട, ഇതിൻ്റെ അകത്ത് ഇല്ല, ഇത് കട്ടിയായി. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് 12 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ എന്തെന്നറിയോ, എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടായിരുന്നുണ്ടല്ലോ. ചേച്ചി ഇന്ന് വൈകിട്ട് പോവാണ്. ഇന്നൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും അടുക്കള. അപ്പം ഞാൻ രാവിലെ എന്നറിയോ, ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി മുട്ടക്കറിയും, ഞാൻ ചെറുപയർ വേവിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ കൂടിയാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് 12 മണി വരെ ഞാൻ ഇവളുടെ കൂടെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകും, ഇവള് അങ്ങോട്ടേക്ക് അവളുടെ മോളുടെ അടുത്ത് പോകും. അപ്പോൾ ഇനി ഒരു 3-4 മാസം കഴിയുമ്പം വരും. നമ്മുടെ ആൾക്കാരെല്ലാം വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഞാനും ചേച്ചിയും. ഇത് കണ്ടോ, എന്നാണെന്നറിയോ, ചപ്പാത്തിയും ചെറുപയറും പിന്നെ ഒരു മുട്ട. ഇത് കണ്ടോ, ഇത് പിന്നെ കട്ടൻ ചായ. ചപ്പാത്തി കുറച്ചങ്ങ് മാറ്റി വെച്ചിരിക്കുക കേട്ടോ, വേണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. നമ്മളങ്ങനെ എല്ലാം കൊണ്ടുപോയി അവിടെ അങ്ങ് വെക്കും, എന്നിട്ട് ഇരുന്നൊരൊറ്റ കഴിപ്പാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് എന്താ പറയുക, ഇപ്പോൾ ഉച്ച നല്ല വെയില കേട്ടോ നമുക്കിവിടെയും. അപ്പോൾ എനിക്കൊരു 11:30 ആകുമ്പോൾ പോകണം. എൻ്റെ ചേച്ചിയും ഒരു 4:30 ആകുമ്പം പോകും. അവരുടെ മോളുടെ അടുത്ത് പോയിട്ട്, അവിടെ വലിയൊരു പാർക്കുണ്ടല്ലോ, അന്ന് ഞങ്ങൾ പോയപ്പോൾ പാർക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അവിടെ പോയിട്ട് പാർക്കൊക്കെ കണ്ടിട്ട് 7 മണിയാകുമ്പോഴത്തേക്കും സാറ്റലൈറ്റിൽ പോയിട്ട് അവിടെ നിന്നാണ് ബസ്സുള്ളത്. എനിക്ക് കൊണ്ടുവിടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ലീവില്ല. ഓൾറെഡി ഞാൻ 2-3 ദിവസം ലീവ് എടുത്തുകൊണ്ട് എനിക്ക് ലീവ് തരില്ല. അങ്ങനെ എൻ്റെ ചേച്ചി പോവാണ്. ഇനി എന്നാ വരുമെന്നറിയില്ല. വരുമായിരിക്കും 2-3 മാസം കഴിയുമ്പം ചിലപ്പം വരും. അപ്പം നമ്മുടെ ആരിലും വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് രാവിലെ ചപ്പാത്തി കഴിച്ചു, പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്കും ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കില്ല. അപ്പം വെറുതെ ഇങ്ങനെ കിടക്കുക. ചേച്ചിനെ കാണിച്ചത് കേട്ടോ, അവളവിടെ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. കണ്ണിങ്ങനെ കരുകരുക്കര് എന്തോ ആകുന്നു, എന്താണെന്നറിയില്ല. ഇനി നീ എത്ര മണിക്കാണ് ഇറങ്ങുന്നത്? 4 മണിയൊക്കെ ആകുമ്പോൾ. 4 മണിയാകുമ്പോഴത്തേക്കും പോകും. 7 മണിക്ക് 9 മണിക്കല്ല ബസ്, 9 മണിയാകുമ്പോഴത്തേക്കും പോകും. ഇതുണ്ടോ, സപ്പോട്ടപ്പഴം അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണേ. ഇപ്പോൾ 3-ാമത്തെ ദിവസം നല്ലപോലെ പഴുത്തത് കൊണ്ട് ഏകദേശം പഴുത്തു. ഞാൻ സ്പൂണിൽ ഇങ്ങനെ കോരി തിന്നുമായിരുന്നു. നല്ല മധുരമുണ്ട്. നാളെ കൂടെ ആകുമ്പോൾ ഒത്തിരി പഴുത്തു പോകും. അപ്പം ജ്യൂസ് അടിക്കാം.
ഇത് കണ്ടോ, ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. കണ്ണങ്ങ് അടഞ്ഞു ആ വെയിലത്തെ. കുട ഞാൻ തപ്പിയിട്ട് അംബ്രല്ല എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല. മഴയില്ലാത്തപ്പെടുത്ത് വെക്കുവേ. നല്ല വെയിലത്ത് വേണം നടന്നു പോകാൻ. എൻ്റെ ചേച്ചി തുണിയൊക്കെ എടുത്ത് മടക്കി വെക്കുവാണേ.